Hello friends, ഇതെന്റെ അമ്മ. അമ്മയുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ചില വീഡിയോയിൽ ഞാനുണ്ടാകാം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ താങ്ക് യു. അപ്പോൾ ഞാൻ നിങ്ങളിന്ന് വന്നിരിക്കുന്നത് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6 മാസമായി. ഈ 6 മാസം കൊണ്ട് ഞങ്ങൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്തിയിരിക്കുകയാണ്. അതായത് ഞങ്ങൾ 1K കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നിങ്ങളുടെ തുടർന്ന് സപ്പോർട്ട് ഉണ്ടാവണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്നും ഈ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അത് ഷെയർ ചെയ്യാനായിട്ട് ഞാനൊരു മധുരമായിട്ട്, അതായത് ഒരു കടല പായസമായിട്ട് ഉടനെ വരുന്നതാണ്. താങ്ക് യു. അപ്പോൾ നമ്മളിന്ന് കടല പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ട് 1/2 കിലോ കടലപ്പരിപ്പ് വേവിച്ച് ഉടച്ചെടുത്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കടല ഉടച്ചെടുക്കാം. ആവശ്യത്തിന് നെയ്യ്, കിസ്മിസ്, കാഷ്യൂനട്ട്, ഏലക്ക, 1-ാം പാലും 2-ാം പാലും എടുത്തു വയ്ക്കുക. അതിനുശേഷം 1/4 കിലോ ചവ്വരി വേവിച്ചത്, ശർക്കര നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് മധുരത്തിനനുസരിച്ച് 1/2 കിലോ മുതൽ 3/4 കിലോ വരെ നമുക്ക് ശർക്കര എടുക്കാം. അങ്ങനെ ശർക്കര ഉരുക്കിയെടുത്തതാണിത്. അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ വരെ നെയ്യ് ചേർത്ത് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരട്ടിയെടുക്കാം. കൈ ഇളക്കാതെ ഇതുപോലെ നമ്മൾ വരട്ടി എടുക്കണം. എന്നാലേ നമ്മുടെ കടലപ്പായസം നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഈ കടലപ്പായസം നിങ്ങൾക്കായിട്ട് തരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 1K സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ സന്തോഷത്തിലാണ്. നമ്മൾ വരുമ്പോഴേക്കും ഏകദേശം ഇതുപോലെ കുറുകി വരും. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവ്വരി ആഡ് ചെയ്ത് കൊടുക്കാം. ചവ്വരിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും വളരെയധികം നന്ദി. ഓക്കെ, അപ്പം നമ്മുടെ ചാനലിൽ കുക്കറി ഷോ മാത്രമല്ല, നമ്മൾ പുതിയ സെഗ്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് കുട്ടികൾക്കായിട്ടുള്ള ഫണ്ണി സൺഡേ ഉണ്ട്, അതുപോലെ തന്നെ ടിപ്സ് ഉണ്ട്, അതുപോലെ കുട്ടികൾക്കായിട്ട് ഇപ്പോൾ ലോക്ക്ഡൗണൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊറോണ കാലഘട്ടമായതുകൊണ്ട് പഠിക്കാൻ എല്ലാവരും ഓൺലൈൻ ക്ലാസ്സസ് ആണ്. അപ്പോൾ അങ്ങനെ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പഠിക്കാനായിട്ട് എളുപ്പത്തിന് ഞാൻ CBSE സ്റ്റേറ്റ് സിലബസിൻ്റെ സിലബസ് ക്ലാസ്സസ് വീഡിയോസ് ഇടുന്നുണ്ട്. എല്ലാവരും അതും കാണുക. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അത് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്. ഞങ്ങളുടെ ചാനലിൽ ഞങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്ത സുജി ടീച്ചറിന് എല്ലാവിധ നന്ദിയും പറയുന്നു. അപ്പോൾ ഒന്ന് കുറുകി വരുമ്പോഴേക്കും നമുക്ക് 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു തേങ്ങ ഞാൻ നന്നായിട്ട് തിരുവി അരച്ചെടുത്ത് അതിൻ്റെ പാലെടുത്തേക്കാണ്. ഇതിനി ഒന്ന് തിളച്ച് വരണം. കാരണം നമ്മൾ 1-ാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളയ്ക്കണ്ട. അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി നമ്മുടെ കട്ടിക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള കട്ടി വരുമ്പോഴേക്കും നമുക്ക് 1-ാം പാൽ ഒഴിച്ചാൽ മതി. ഈ സമയത്ത് മധുരമൊക്കെ നോക്കുക. അതിനുശേഷം
നമുക്ക് ഒന്നാം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ കടലപ്പായസം ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു പാനിലോട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നെയ്യ് നന്നായി ചൂടായി വരുമ്പോഴേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കാഷ്യൂനട്ട് മാറ്റിയതിന് ശേഷം അതിലോട്ട് മുന്തിരി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമ്മുടെ പായസത്തിലോട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കടലപ്പായസം റെഡി ആയിട്ടുണ്ട്. ഈ മധുരം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ താങ്ക് യു ഫോർ അവർ 1K സബ്സ്ക്രൈബേഴ്സ്. സോ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. ഇനിയും തുടർന്നും നിങ്ങളുടെ എല്ലാ സഹകരണവും ഉണ്ടാവണം. താങ്ക് യു. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.